ഹലോ ഗൈസ്, ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന നമ്മുടെ നാട്ടിൽ ഡാമുകളുള്ളതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് കേട്ടോ. ഈ ഡാമുകൾ മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും ഉപകരിക്കും. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ മഴക്കാലത്ത് ഉപകരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഈ മഴക്കാലത്ത് മലമ്പ്രദേശത്ത് നിന്ന് ഒഴുകി വരുന്ന അധിക ജലം തടഞ്ഞു നിർത്താൻ ഈ ഡാമുകൾ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഡാമുകൾ വേനൽക്കാലത്ത് ഉപകാരപ്പെടും. കാരണം വേനൽക്കാലത്ത് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളക്ഷാമം വളരെയധികം രൂക്ഷമായിരിക്കും. അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ അത് വളരെ കാര്യമായി ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാൻ ഡാമുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഡാമിൽ നിന്നുള്ള പൈപ്പ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ജലം എത്തിക്കാൻ ഇന്ന് കഴിയും. കാര്യം ഇന്ന് ടെക്നോളജി അത്രയ്ക്കധികം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കേരളത്തിൽ കറണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡാമുകൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ വാട്ടർ റിസോഴ്സസ് വളരെയധികം കൂടുതലാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു പുരോഗമനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തമിഴ്നാടിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഡാമുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കേട്ടോ. കാരണം തമിഴ്നാട് വിജനമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിൻഡ് മില്ലിൻ്റെ സഹായത്തോടെ കറണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിൽ ഡാമുകളുടെ ആവശ്യം വളരെയധികം കൂടുതലാണ് കേട്ടോ. കാരണം തമിഴ്നാട്ടിലെ പോലെ വിൻഡ് മില്ല് സ്ഥാപിച്ചാൽ അത് കേരളത്തിൽ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം തമിഴ്നാട്ടിലെ പോലെ വിൻഡ് എനർജിയുടെ പ്രൊജക്റ്റുകളൊന്നും കേരളത്തിൽ അത്രത്തോളം ഫലപ്രദമായി വിജയിച്ചിട്ടില്ല. ഡാമുകൾ കൊണ്ട് ഇത്രത്തോളം ഗുണങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ട് കേട്ടോ. കാരണം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, മഴക്കാലത്ത് അധിക ജലം ശേഖരിക്കാൻ ഡാമുകൾക്ക് വളരെയധികം കഴിവുണ്ട്. ഈ ശേഖരണം തന്നെ പരിധി വിട്ടാൽ അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിടേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് അത് പ്രളയത്തിലേക്കും വഴിയൊരുക്കുന്നു. കാരണം കേരളത്തിൽ 2018 തൊട്ട് 2024 വരെ മഴ സമയം അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. കാരണം ഓരോ മഴയിലും ജനങ്ങളുടെ മനസ്സിൽ തീരാ ദുഃഖം സൃഷ്ടിച്ചിട്ടായിരുന്നു അത് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഡാമുകളെല്ലാം തുറന്നു വിട്ട് കേരളത്തിൽ അങ്ങനെ വലിയ പ്രളയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഡാമുകളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.